മലയാളിക്ക് പുതിയൊരു ഓണസമ്മാനം, ഒരു ഓണപ്പാട്ട്. അത് സമ്മാനിച്ചതാകട്ടെ കോട്ടയത്തുകാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ മ്യൂസിക് ഡയറക്ടർ, സൗണ്ട് മിക്സർ, അങ്ങനെ പലവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന പുതിയൊരു കാലഘട്ടത്തിൻ്റെ ഒരു പുതിയ താരോദയം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ജയദേവനാണ്. ജയദേവൻ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ഓണം ആഘോഷിക്കാൻ ചേരുന്നുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പുതിയ പാട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തല്ലോ, തിരുവോണത്തിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്തല്ലേ? ഇപ്പോൾ ഒരു ചെറിയൊരു സോങ്, അത് ഞാൻ തന്നെ ചെറുതായിട്ട് ലിറിക്സ് എഴുതിയിട്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു പാട്ട് രാവിലെ. ചെറുതായിട്ട് ലിറിക്സ്, ചെറുതായിട്ട് മ്യൂസിക്, അങ്ങനെ എല്ലാം ചെറുതായിട്ടും എല്ലാം ഞാൻ തന്നെയാണ് ജസ്റ്റ് പ്ലേ ചെയ്തത്. ചെറിയൊരു സോങ്, ഒരു 1-2. ആദ്യം തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ടൊന്ന് പൊന്നോണം നല്ലോണം നാടകയുണരണ മലയാളി ഉണരണ നെല്ലറ നിറയണ പൊന്നോണം പൂക്കളം ഒരുക്കുന്നു പുതുകൊടി ഉടുക്കുന്നു കളിച്ചിരി നിറയുന്ന പൊന്നോണം അത്തം പത്തിന് പൊന്നോണം ഓണത്തപ്പനെ വരവേൽക്കാം. തിരുവാതിരയും തുമ്പപ്പൂവും തിരുമുറ്റത്തെത്തും തിരുവോണം. തുടികൊട്ടുന്നേ തകതക തെയ്തൈ പാടുന്നേ മാവേലി തമ്പുരാനെ എതിരേൽക്കാം. ചെടി അവിയൽ തോരൻ പായസം ഉപ്പേരിയും തുശനിലെ വിളമ്പുന്നേ മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഊഞ്ഞാൽ കെട്ടുന്നേ മാവേലി തമ്പുരാനെ വരവേൽക്കുന്നേൻ. ഓണത്തപ്പൻ ഓണക്കുടയായി മുറ്റത്തെത്തുന്നേ. പുതിയ വർക്കുകൾ ഏതൊക്കെയാണ്? പുതിയ വർക്കിൽ ഇപ്പം നടക്കുന്ന ഒരു ഹിന്ദി പ്രൊജക്റ്റാണ് നടക്കുന്നത്. നമ്മുടെ ആഷിക് 2 പ്രോഗ്രാമർ ബോബി സാർ വർക്ക് ചെയ്യുന്ന ഒരു ഹിന്ദി വർക്കാണ് ഇപ്പം റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. ആഡും ജിംഗിൾസും പിന്നെ ഫിലിംസ് നടക്കാറുണ്ട്. ഫിലിംസിൻ്റെ സൗണ്ട് ഡിസൈനിങ്, മിക്സിങ് പരിപാടികളൊക്കെ. പിന്നെ കമ്പോസിംഗ് ആണ് പാഷൻ. കമ്പോസിങ്ങും ഇങ്ങനെ പാരലായിട്ട് നടക്കുന്നത്. ഫിലിം ഏതൊക്കെയാണ്? റീസെൻ്റ്ലി നടന്ന പടം ഒരു ഓഫ് ബീറ്റ് പടമായിരുന്നു. അതിപ്പം അതിൻ്റെ സൗണ്ട് ഡിസൈനിങ് കഴിഞ്ഞ് നടക്കുന്നു, അതിൻ്റെ മിക്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ ഡാർക്ക് ഫാൻറ്റസിയുടെ പരസ്യമൊക്കെ ഉണ്ടല്ലോ, എന്താണ് ചെയ്തത്? ആക്ച്വലി ഡാർക്ക് ഫാൻറ്റസിയുടെ ഷാറുഖ് ഖാൻ്റെ വോയിസ് ഇവിടെ ഡബ് ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്ന ആനന്ദിനും കോട്ടയംകാരനാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇവിടെ വരുമ്പോൾ പുള്ളിക്കാരൻ്റെ പോർഷൻസൊക്കെ മീൻസ് ഇവിടെ നിന്നാണ് നമ്മൾ ഡബ് ചെയ്തത്. അപ്പം ഇവിടെ നിന്നാണ് അതിൻ്റെ ഡബൊക്കെ പോകുന്നത്. പിന്നെ അതുപോലെ മലയാളത്തിലെ കുറേ പടങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ. പ്രതിഭവൻ കോഴി, അതുപോലെ അസുരൻ തമിഴ് ഫിലിം, അതുപോലെ കാഞ്ചന, അങ്ങനെ കുറേ പടങ്ങൾ നമ്മുടെ ഇവിടെയാണ് നടന്നിരിക്കുന്നത്. എല്ലാ മേഖലയിലും തൊട്ടിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റ് എല്ലാം വായിക്കും അല്ലേ? ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റാണ്? അങ്ങനെയില്ല, എല്ലാം നമുക്കിപ്പം അതും കൂടി ഒരു ഇൻസ്ട്രുമെൻറ്റും ഞാൻ വായിക്കും, കുഴപ്പമില്ല. ഷുവർ. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ ഏത് പാട്ടാ ഞങ്ങൾക്ക് വേണ്ടി? ഇഷ്ടമല്ല, ഞാൻ തന്നെ ഓണത്തിന് പല പ്രാവശ്യങ്ങളായിട്ട് ചെയ്ത കുറച്ച് പാട്ടുകളുണ്ട്. ഞാൻ ഒരു മെഡ്ലി പോലെ പാടാം. പൊന്നോണത്തോണിയേറിയ തുമ്പിപ്പെണ്ണാണേ മാവേലി തമ്പുരാന്റെ ചിങ്ങത്തേരാണേ മിഴികൾ നിറയും പ്രണയം നിറയും ഹൃദയം നിറയും പുതിയൊരു പൂക്കാലം. പൂക്കാലം കാണാം, പൂക്കളമൊരുക്കാം, തിരുവോണത്തപ്പനെ എതിരേൽക്കാം ചിങ്ങത്തിരുവോണ നാളിൽ. പൂക്കാലം കാണാം, പൂക്കളമൊരുക്കാം, എതിരേൽക്കാം ചിങ്ങത്തിരുവോണ നാളിൽ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. KS ചിത്ര, ശ്വേത ഒക്കെ പാട്ട് മൂളിയിട്ടുണ്ട്.
പാടിയിട്ടുണ്ട്. ചിത്ര ചേച്ചി പാടിയത് കാരിത്താസ് ഹോസ്പിറ്റൽ ഒരു പ്രയർ സോങ് ആണ്. അത് 2016 തോന്നുന്നു, 16 അത് അവിടുത്തെ അച്ഛൻ തന്നെ ലിറിക്സ് എഴുതിയിട്ട് അവിടുത്തെ പ്രയർ സോങ് ആയിട്ട് ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പരിപാടികൾ കുറച്ച് ഇപ്പം സിംഗിളായിട്ട് പ്രൊജക്ട്സുകൾ ചെയ്യുന്നൊരു കാലഘട്ടമാണ് പിന്നെ ഫ്യൂച്ചേഴ്സിൽ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രൊജക്ട്സുകൾ നടക്കുന്നു. അതാണ് റീസെൻ്റ്ലി നടക്കുന്ന വർക്കുകൾ. പിന്നെ ഒരു കുറച്ച് ഫിലിം പ്രൊജക്ട്സുകളും അതുപോലെ കുറച്ച് ആർട്ട് പരിപാടികളൊക്കെ നടന്നു പോകുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഈ ഓണം കൊണ്ട് കുറച്ചും കൂടി ഈ മേഖലയിലേക്ക് വ്യാപിക്കാൻ കഴിയട്ടെ. സർവ്വവിധ ആശംസകളും. ഒരിക്കൽ കൂടി ഓണാശംസ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുന്നു. താങ്ക് യു.